നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രതിഭ സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. In the previous class we have already discussed about Dalton's atomic theory. അതുപോലെ തന്നെ ആറ്റത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങാം. അങ്ങനെയാണല്ലോ എല്ലാ ക്ലാസ്സും തുടങ്ങാറ്. ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു സൈഡിൽ പഠിപ്പിക്കൽ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളും എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാലേ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ആറ്റം അക്കോർഡിംഗ് ടു അറ്റോമിക് തിയറി? ആറ്റോമിക് തിയറി പ്രകാരം ഒരു ആറ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്? യെസ്, മക്കൾ പറയൂ, എന്താണ്? അറിയുന്ന ആരുമാണ് അല്ലേ? യെസ്, ഒന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ 2 or 3 മാർക്കിന് ചോദിക്കാം. ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു ആറ്റോമിക് തിയറി, an atom is the minute particle that is present inside every matter, and we cannot destroy or create an atom, and atom is the smallest particle that takes part in a chemical reaction. ഇതൊക്കെ തന്നെ ഏകദേശം എഴുതി വെച്ച് നിങ്ങളുടെ ഒരു ഭാഷയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, മാർക്ക് കിട്ടും. ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി പ്രകാരം ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റം ആർ ഇൻഡിവിസിബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈസ് ദർ എനി പാർട്ടിക്കിൾസ് വിച്ച് ആർ സ്മോളർ ദാൻ ആറ്റം? ഈ ഒരു ചോദ്യം ഒരുപാട് കാലം ശാസ്ത്രലോകത്തെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ വർഷങ്ങളായിട്ടുള്ള എഫേർട്ടായിരുന്നു ആറ്റം എന്താണെന്നും ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ്. സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻസിന് മുന്നേ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു സ്കെയിൽ എടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയറിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഉരയ്ക്കുകയാണ്. ഓക്കെ, ചെയ്തല്ലോ. ഓക്കെ, എന്നിട്ട് കുറച്ച് പേപ്പർ ബിറ്റ്സ് അല്ലെങ്കിൽ പേപ്പർ ബിറ്റ്സ് എടുക്കുക, പേപ്പറിൻ്റെ കഷ്ണങ്ങൾ. എന്നിട്ട് ചെറിയ ഉണ്ടയായിട്ട് ബൗൾസ് ആക്കി മാറ്റുക, പേപ്പർ ബൗൾസ് ആക്കി മാറ്റുക. അങ്ങനെ നിങ്ങൾ എടുത്ത് നല്ല രീതിയിൽ ബ്രഷ് ചെയ്തുള്ള ആ ഒരു സ്കെയിലും നേരെ നമ്മുടെ പേപ്പർ ബിറ്റ്സിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഈ പേപ്പർ ബിറ്റ്സ് ആ ഒരു സ്കെയിലിൻ്റെ മുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? പക്ഷേ ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മൾ സ്കെയിൽ എടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ ആ സ്കെയിൽ എന്നിട്ട് പേപ്പർ ബിറ്റ്സിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബിറ്റ്സിനും അതുപോലെ തന്നെ ആ സ്കെയിലിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുതരാം. അതേ മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിസ്റ്റുകളുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ് നാളത്തെ സയൻറ്റിസ്റ്റുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചരിത്രം നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് കെമിസ്ട്രി ഇത്രയും ഡെവലപ്ഡ് ആയത്, എത്രത്തോളമാണ് കോൺട്രിബ്യൂഷൻസ് ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് തന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ദ വെരി ഫസ്റ്റ് ആയിട്ട് നമുക്ക് സർ ഹംഫ്രി ഡേവിയെ കുറിച്ച് നോക്കാം. ഹംഫ്രി ഡേവി ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം കോമ്പൗണ്ട്സിനെ ഐസൊലേറ്റ് ചെയ്തു. അതായത് ഹി യൂസ് ഇലക്ട്രിസിറ്റി ആൻഡ് സ്പ്ലിറ്റ് കോമ്പൗണ്ട്സ് ഇൻ ടു ഇറ്റ്സ് എലിമെൻറ്റ്സ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. NaCl, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന NaCl. ഈ NaClലേക്ക് അദ്ദേഹം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ഈ NaCl എന്ന കോമ്പൗണ്ടിനെ എണ്ണയും ക്ലോറിനും ആയ എലിമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊരു വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. അതായത് കോമ്പൗണ്ട്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഒരു വലിയൊരു പാർട്ടിക്കിളിനെ നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ ഹംഫ്രി ഡേവി കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഹംഫ്രി ഡേവിയുടെ അപ്രൻറ്റീസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള മൈക്കിൾ ഫാരഡേയും ഇലക്ട്രിസിറ്റി തന്നെ യൂസ് ചെയ്തത്. പക്ഷേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. യു ആൾ നോ അബൌട്ട് മൈക്കിൾ ഫാരഡേ. അറിയാലോ നിങ്ങൾക്ക്, ഈസ് എ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? അദ്ദേഹം യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി യൂസ് ഇലക്ട്രിസിറ്റി ആൻഡ് സ്പ്ലിറ്റ്സ് കോമ്പോണൻസ് ഓഫ് എ ലിക്വിഡാണ്. ലിക്വിഡിനെയാണ് അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കിയത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അദ്ദേഹം വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു? കറണ്ട് പാസ് ചെയ്തു. അതാണ് നമ്മുടെ മൈക്കിൾ ഫാരഡേ ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. H2O ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയും. ഇലക്ട്രോലിസിസ് ശ്രദ്ധിക്കുക, ഇലക്ട്രോലിസിസ് എന്നാണ്. അതായത് ലൈസിസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് മൈക്കിൾ ഫാരഡേയുടെ കണ്ടുപിടുത്തം.
അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. അതായത് ആദ്യം ഡാൾട്ടൺ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തേക്ക് എത്തിയപ്പോഴും മൈക്കിൾ ഫാരഡേയുടെ ഒരു കണ്ടുപിടുത്തോടെ വെള്ളത്തിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടേം ഈസ് ഇലക്ട്രോലൈസിസ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനിയാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഹെൻറിച്ച് ഗീസ്റ്റർ വരുന്നത്. ആരാണ്? ഹെൻറിച്ച് ഗീസ്റ്റർ. ഹെൻറിച്ച് ഗീസ്റ്റർ ആണ് ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. യെസ്, ഈ ഇൻവെൻറ്റഡ് ഡിസ്ചാർജ് ട്യൂബ്. എന്നിട്ട് ഇദ്ദേഹവും ഇലക്ട്രിസിറ്റി തന്നെ യൂസ് ചെയ്തത്. ഈ ഇലക്ട്രിസിറ്റി അദ്ദേഹം ഗ്യാസസിലൂടെ കടത്തിവിട്ടു. അതെ, ഇലക്ട്രിസിറ്റി അദ്ദേഹം ഗ്യാസസിലൂടെ കടത്തിവിടുകയും ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന ആ ഒരു സെറ്റപ്പിൽ അദ്ദേഹം പറഞ്ഞു ദർ ആർ ചാർജസ് പ്രസൻറ്റ് ഇൻസൈഡ് മാറ്റർ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, എന്തോ ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ദ നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഈസ് ഗോൾഡ്സ്റ്റീൻ. ഗോൾഡ്സ്റ്റീൻ അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തു. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബിൽ കുറച്ച് ഗ്യാസസ് നിറക്കുകയും അതിലൂടെ ഇലക്ട്രിക്കൽ സ്പാർക്സ് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഇദ്ദേഹം ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ ഇലക്ട്രിസിറ്റിയുടെ സ്പാർക്സ് കൊടുത്ത സമയത്ത് ഈ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് പോസിറ്റീവ് ചാർജ് എന്താണ് എന്ന് ശാസ്ത്രലോകത്തിന് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദർ ഈസ് എ പ്രസൻസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. പക്ഷേ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തതും ഇതിനൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി തന്നതും ജെ തോംസൺ എന്ന സയൻറ്റിസ്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പേരോർക്കണം, ജെ തോംസൺ. ഇദ്ദേഹമാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അതായത് മക്കളെ, he actually found out that there is a negatively charged particle that is present inside the discharge tube. ഇദ്ദേഹവും ഡിസ്ചാർജ് ട്യൂബ് തന്നെയാണ് ചെയ്തത്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ആണ് ചെയ്തത്. ഇദ്ദേഹം ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കണ്ടെത്തി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയത് മാത്രമല്ല, ഇദ്ദേഹം രണ്ട് കാര്യം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് ദ ബേസിക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എന്നും മറ്റെല്ലാ വസ്തുക്കളിലും ഈ ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഉണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് അദ്ദേഹം ഏകദേശം ഒരു നിശ്ചയപ്പെടുത്തി. ആൻഡ് ഓഫ് കോഴ്സ് ഹി ഓൾസോ സെറ്റ് ഇറ്റ്സ് മാസ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ് പിൻകാലത്ത് ഇലക്ട്രോൺ ആണ് എന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജെ തോംസൺ ആണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ കണ്ടെത്തി, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് എല്ലാ പാർട്ടിക്കിൾസിലും ഈ ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ഹി ഡെഡ്യൂസ്ഡ് ദ മാസ്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ജെ തോംസൺ മുന്നോട്ട് വെച്ചത്. അതൊക്കെ പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ആറ്റം മോഡൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതാണ് അടുത്ത ടോപ്പിക്, ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അദ്ദേഹം ഒരു ആറ്റോമിക് മോഡലും കൂടെ മുന്നോട്ട് വെച്ചു. അതിനെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് പറയുന്നത്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇദ്ദേഹം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആറ്റത്തിലുണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും ഉണ്ട്. ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ആറ്റത്തിൽ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് എംബഡഡ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു വത്തയ്ക്ക മുറിക്കുക. ആ വത്തയ്ക്ക മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റെഡിഷ് പാർട്ടാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കുക. അവിടെ എവിടെയും കാണുന്ന കുരുകളാണ് എന്ത്, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ്. അദ്ദേഹം പറഞ്ഞ പ്ലം പുഡിംഗ് മോഡലിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ he said that the negatively charged particles are embedded in the pool of positively charged particle. ഒന്നുമില്ല, നിങ്ങളൊരു കേക്ക് എടുക്കുക. ആ കേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ട്സ്, കിസ്മിസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ തന്നെ എന്താണ്, ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. അപ്പം ഈ ഒരു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഈ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിൻ്റെ ഒരു പൂളിൽ ഇങ്ങനെ എംബഡ് ചെയ്ത് നിൽക്കുകയാണ്. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അവിടെ എവിടെയായിട്ട് പോസിറ്റീവും ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു.
ആറ്റം എന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ്? ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഈ ഒരു പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഭാഗത്തും തുല്യമായ അളവ്, അതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യക്തമാക്കി തരാം, ശ്രദ്ധിക്കുക. ആറ്റത്തിൽ എന്തുണ്ട്? നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞ പ്രകാരം എത്രത്തോളം നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രത്തോളം പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും ആറ്റത്തിലുണ്ട് എന്നാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് എത്രത്തോളം പോസിറ്റീവ് അവിടെ നിൽക്കുന്നുണ്ടോ അത്രത്തോളം നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റം എന്താണ്? ന്യൂട്രൽ ആണ്. ഓക്കെ, ഇതാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്ന് പറയുന്നത് ജെ തോംസന്റെ അറ്റോമിക് മോഡലാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ റൂദർഫോർഡിൻ്റെ മോഡലിനെ കുറിച്ചും അതിൻ്റെ സോളാർ സിസ്റ്റം മോഡൽ എന്നൊക്കെ പറയാറ് അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണിനെ കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.